പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാം ഗൂഗിൾ ജെമിനി എയെ കുറിച്ച് നമുക്ക് മിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ലാംഗ്വേജിൽ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടോ അതേ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് ആൻസർ തരും. അതാണ് ഈ ഗൂഗിൾ ജെമിനി എ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ഞാനിവിടെ ചോദിക്കുകയാണ്. അത് ശരിയായിട്ടുള്ള ആൻസർ ആണോ നമുക്ക് തരുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചു നോക്കാം. നയദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നയദില്ലി എയർപോർട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? അവിടേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഏതാണ് നല്ലത്? ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 16 കിലോമീറ്റർ ദൂരമുണ്ട്. മെട്രോയാണ് ഏറ്റവും എളുപ്പമുള്ള യാത്രാമാർഗം. ഏകദേശം 20 മിനിറ്റാണ് സമയമെടുക്കുക. ടിക്കറ്റ് വാങ്ങി പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഏകദേശം 10 മിനിറ്റ് അധികം സമയം നീക്കിവെക്കണം. മെട്രോ ലൈൻ ഏതാണെന്നറിയാൻ താൽപ്പര്യമുണ്ടോ? ഇല്ല. താജ്മഹൽ എവിടെയാണ്? താജ്മഹൽ ഇന്ത്യയിലെ ആഗ്ര എന്ന സ്ഥലത്താണ്. കുത്തബ് മിനാർ എവിടെയാണ്? കുത്തബ് മിനാർ ന്യൂഡൽഹിയിലാണ്. താജ്മഹൽ कहाँ पर है? ताजमहल आगरा में है। यह उत्तर प्रदेश राज्य में यमुना नदी के किनारे पर स्थित है। എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. അത് ഞാൻ ആദ്യത്തെ 3 ക്വസ്റ്റ്യനും ഞാൻ മലയാളത്തിൽ ചോദിച്ചു. അതിന്റെ മലയാളത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്നാൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ഞാനത് ഹിന്ദിയിലാണ് ചോദിച്ചത്. അപ്പോൾ അത് ഹിന്ദിയിൽ തന്നെ നമുക്ക് ആൻസർ പറഞ്ഞു. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്കിങ്ങനെ ഇതുപോലെ ഈ ഗൂഗിൾ ജെമിനി എയോട് ചോദിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് നമ്മൾ ചോദിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സെറ്റിങ്സ് നമുക്ക് സെറ്റിങ്സ് ചെയ്താൽ മാത്രമേ അതിങ്ങനെ നമ്മൾ ചോദിക്കുന്ന ലാംഗ്വേജിൽ തന്നെ നമുക്ക് ആൻസർ തരത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആ സെറ്റിങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ജെമിനി എ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിൾ ജെമിനി എ എന്ന് സെർച്ച് ചെയ്ത് കഴിയുന്നതിനെ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ ജെമിനി എ ഇങ്ങനെ ഷോ ആവുന്നതാണ്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി ഇങ്ങനെ ഷോ ചെയ്യും. ഇതപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേമാതിരി ഈ താഴെ കാണുന്ന ഇതേമാതിരി അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ചെയ്യുക. അതായത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തവർ ഇത് കണക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് കണക്ക് ഓപ്പൺ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. സാധാരണ അപ്ഡേറ്റ് അങ്ങ് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് ഇതേമാതിരി ആയിരിക്കും ഇതിങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് നിങ്ങൾ ഇവിടെയായിട്ട് ഈ താഴെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഐക്കോൺ കാണുന്നുണ്ട്. ഈ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് ആൻസർ കിട്ടും. അപ്പൊ നമുക്കത് തുടർച്ചയായിട്ട് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ അനുസരിച്ച് ആൻസർ കിട്ടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ഐക്കോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഐക്കോണിൽ അപ്പം ടച്ച് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യമേ ചോദിക്കാം. അപ്പൊ ഞാനിവിടെ ചോദിക്കാൻ തുടങ്ങുകയാണ്. കുത്തബ് മിനാർ कहाँ पर है? कुतुब मीनार दिल्ली में है। ये भारत की सबसे ऊंची पत्थर की मीनार है। क्या आप कुतुब मीनार के बारे में और जानना चाहते हैं? അപ്പൊ ഇവിടെയായിട്ട് നമുക്ക് ഹിന്ദിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിൽ തന്നെ നമുക്ക് ആൻസറും തന്നു. അതപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് അത് എഴുതിയും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇനി വീണ്ടും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് നോക്കി ഇത് ഇങ്ങനെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ഇത് കറക്റ്റ് ഉള്ള കാര്യം നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഈ എഴുതിയിരിക്കുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതേമാതിരി നമുക്ക് ഇങ്ങനെ ഹിന്ദിയിൽ ചോദിച്ചുണ്ടെങ്കിൽ ഹിന്ദിയിൽ തന്നെ നമുക്ക് ആൻസർ തന്നു. അപ്പൊ ഇനി നമുക്കിത് മലയാളത്തിലൊന്ന് ചോദിച്ചു നോക്കാം. ഇത് മലയാളത്തിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് കുത്തബ് മിനാർ എവിടെയാണ്? കുത്തബ് മിനാർ ദില്ലിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പാറമിനാരം കൂടിയാണ് കുത്തബ് മിനാർ. താജ്മഹൽ എവിടെയാണ്? താജ്മഹൽ ആഗ്രയിലാണ്. ഇഷ ടെമ്പിൾ എവിടെയാണ്? ഇഷ ടെമ്പിൾ കോയമ്പത്തൂരിലാണ്. ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ്.
അപ്പൊ ഇതേമാതിരി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കാനായിട്ട് സാധിക്കും. ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് ആൻസറും കിട്ടും. ഏത് ലാംഗ്വേജിലാണോ അതേ ലാംഗ്വേജിൽ തന്നെ. ഓക്കെ, ഇപ്പൊ ഇവിടെ മലയാളത്തിൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിച്ചത് ലോട്ടസ് ടെമ്പിൾ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. അത് ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണെന്ന് ഇവിടെ മലയാളത്തിലും എഴുതി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് ലാംഗ്വേജിലാണോ അതേ ലാംഗ്വേജിൽ നമുക്കിവിടെ എഴുതി ഇതുകൊണ്ട് കാണിക്കുന്നത് കാരണം നമുക്കത് ശരിക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഇതിലും നമുക്ക് വായിച്ചിട്ട് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ലാംഗ്വേജിൽ തന്നെ. ഓക്കെ, അപ്പൊ ഇതിനപ്പോൾ കുറെ സെറ്റിങ്ങുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഈ താഴെ കാണുന്ന ഒരു ഐക്കോൺ, ഈ ഐക്കോൺ നമ്മൾ ലൈവ് പോകുന്ന ഐക്കോണാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. ഈ ഐക്കോണിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ച് അതിന് ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഒരെണ്ണം വല്ലതും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തൊട്ടിപ്പുറത്തായിട്ട് ഒരു മൈക്കിന്റെ ഐക്കോൺ ഉണ്ട്. മൈക്കിന്റെ ആ ഐക്കോൺ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധിക്കും. അതപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, താജ്മഹൽ എവിടെയാണ്? താജ്മഹൽ ഇന്ത്യയിലെ ആഗ്ര നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. യമുനാ നദിയുടെ തീരത്താണ് ഈ അത്ഭുതകരമായ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? താജ്മഹലിന്റെ ചരിത്രമറിയാൻ, എങ്ങനെ അവിടെ എത്താമെന്ന് മനസ്സിലാക്കാൻ, അവിടെ സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം എപ്പോഴാണ് എന്നറിയാൻ, അവിടെ എന്തൊക്കെ കാണാനും ചെയ്യാനുമുണ്ട് എന്നറിയാൻ. അപ്പൊ ഇതേമാതിരി ഈ മൈക്കിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ചോദിക്കേണ്ടി വരും. അതാണ് ഈ മൈക്കിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓരോന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ നമുക്കിത് പറ്റത്തുള്ളൂ. അതേസമയം നമ്മൾ വലത്തെ സൈഡിലത്തെ ഐക്കോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം ടച്ച് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓരോ ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. അതിനനുസരിച്ച് നമുക്ക് ആൻസർ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണെങ്കിൽ നമുക്ക് വീണ്ടും ടച്ച് ചെയ്യണം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാം, കുത്തബ് മിനാർ എവിടെയാണ്? കുത്തബ് മിനാർ ഇന്ത്യയിലെ ദില്ലിയിലെ മെഹ്റോളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാർ എന്ന വിശേഷണമുള്ള ഈ സ്മാരകം ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പത്തിന്റെ മികച്ച ഉദാഹരണമാണ്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? കുത്തബ് മിനാറിന്റെ ചരിത്രം, അവിടേക്ക് എങ്ങനെ എത്താം, സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം, അവിടെ കാണാനുള്ള മറ്റ് സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ചോദിക്കാം. ദില്ലി കാ ലാൽ കിലെ കാ ബാരെ में कुछ बताइए. क्या आप मुझे दिल्ली के लाल किले के बारे में बता रहे हैं? ये भारत का एक ऐतिहासिक किला है और दिल्ली के सबसे लोकप्रिय पर्यटन स्थलों में से एक है. ये मुगल सम्राट शाहजहां द्वारा 1638 में बनवाया गया था. क्या आप इसके बारे में और जानना चाहते हैं? ലാൽ കിലയെക്കുറിച്ച് മലയാളത്തിൽ പറയൂ. ഡൽഹിയിലെ ചുവന്ന കോട്ടയെക്കുറിച്ചാണോ പറയുന്നത്? അത് ഭാരതത്തിലെ ഒരു ചരിത്രപ്രധാനമായ കോട്ടയാണ്. ഡൽഹിയിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നുമാണ്. ഇത് മുഗൾ ചക്രവർത്തി ഷാജഹാൻ 1638 പണിതു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണോ? ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഇവിടെ അടുത്തായിട്ട് എന്താണുള്ളത്? ലാൽ കില്ലയ്ക്ക് സമീപം നിങ്ങൾക്ക് ധാരാളം ഷോപ്പിംഗ് ഓപ്ഷനുകളുണ്ട്. ചരിത്രപരമായ സ്ഥലങ്ങളിൽ നിന്ന് തുടങ്ങി ആധുനിക ഷോപ്പിംഗ് മാളുകൾ വരെ നിങ്ങൾക്ക് കണ്ടെത്താനാകും. നിങ്ങൾ എന്ത് തരത്തിലുള്ള ഷോപ്പിംഗ് ആണ് താൽപ്പര്യപ്പെടുന്നത്? ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. ലാൽ കില്ലയ്ക്ക് സമീപം നിങ്ങൾക്ക് ധാരാളം ഇലക്ട്രോണിക്സ് ഷോപ്പുകൾ കണ്ടെത്താനാകും. ഈ പ്രദേശം ഷോപ്പിംഗിന് പ്രശസ്തമാണ്, അതിനാൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷനുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ബ്രാൻഡ് അല്ലെങ്കിൽ ഉൽപ്പന്നം താൽപ്പര്യമുണ്ടോ? ടിവി താൽപ്പര്യമുണ്ട്. ടിവി വാങ്ങാൻ ലാൽ കില്ലയ്ക്ക് സമീപം നിങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളുണ്ട്. ഏറ്റവും അടുത്തത് ചാന്ദിനി ചൗക്കാണ്. അവിടെ നിങ്ങൾക്ക് ധാരാളം ഇലക്ട്രോണിക്സ് ഷോപ്പുകൾ കണ്ടെത്താനാകും. നിങ്ങൾക്കൊരു പ്രത്യേക ബ്രാൻഡ് അല്ലെങ്കിൽ വലിപ്പം താൽപ്പര്യമുണ്ടോ? ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചോദിച്ച് ഇതിന്റെ ആൻസർ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചിട്ടിരുന്നാൽ മതി. പക്ഷെ ഇനി നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. എന്നാ പറയുന്നത്, പ്രൊഫൈൽ പിക്ചർ. അപ്പം നിങ്ങൾ ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ ഈ പേജിന്റെ മുകളിലായിട്ട് തന്നെ ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ സ്വല്പം മുകളിലോട്ട് ഇതൊന്ന് മൂവ് ചെയ്ത് കഴിയുന്ന ഈ താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. സെറ്റിങ്സ് എന്ന്
എൻ്റെ നിങ്ങൾക്ക് ഇതൊന്ന് നോക്കുക, സെറ്റിങ്സ്. ഈ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടാമതായിട്ട് ജെമിനി വോയിസ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഈ ജെമിനി വോയിസ് നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള വോയിസ്, അതായത് ലേഡീസിൻ്റെ വേണമെങ്കിൽ ലേഡീസ്, ജെയിൻസിൻ്റെ വേണമെങ്കിൽ ജെയിൻസിൻ്റെ, അങ്ങനെ പല നമുക്ക് ഇഷ്ടമുള്ള ഏത് വോയിസ് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഇതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ I'm ready to be your voice. If you like what you hear, choose me to start talking. Feel free to keep exploring until you find the perfect voice. ഓരോന്നോരോന്ന് നമുക്ക് കേട്ട് You can കേട്ട് always ഇങ്ങനെ change voices later. I am ready to talk whenever you are. ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഇത് തിരഞ്ഞെടുക്കാം. നമുക്ക് If you're curious about the other voices, swipe to explore or pick me to start talking. It's good to meet you. Give me a chance or check out the other options. Maybe I'm your style. Pick കുറേ me and I സൗണ്ട് can ഉണ്ട്. be the voice ഇതിൽ you ഏത് hear. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മൊത്തം കേട്ടാലേ നമുക്ക് അറിയത്തുള്ളൂ ഏതാണെന്ന് വെച്ചാൽ I'd be honored to be the voice you ചെയ്യാം. choose for Gemini. But let's face it, the other voices are great too. Choosing a voice is tricky, but hopefully it's also fun. Here's hoping I'm your voice of choice. Maybe I'm the voice that's right for you, but there are quite a few to choose from. I'm another voice in the mix, ready to talk whenever you are. അപ്പോൾ ഈ സൗണ്ട് എല്ലാം കേട്ടു. പക്ഷേ എനിക്ക് ആദ്യത്തെ സൗണ്ടാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് നോക്കാം. Maybe I'm Choosing a voice is tricky. I'd be honored to be the voice you choose for Gemini. But Maybe I'm your style. It's good to meet you. If you're curious about the other voices, swipe to explore or pick me to start talking. You can always change voices. Feel free to keep exploring. I'm ready to be your voice. ഇതാ If you ആദ്യത്തെ ഈ like what സൗണ്ട്. you hear, ഇതിൽ ഞാൻ choose me ഇതങ്ങ് to start സെലക്ട് ചെയ്തു. talking. ആദ്യത്തെ സൗണ്ട് എനിക്കതാണ് ഒരുവിധം ഓക്കെ. നമുക്ക് ഇത് സൗണ്ട് നല്ലതായിട്ട് തോന്നുന്നു. അതപ്പോൾ അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏത് സൗണ്ടാണോ അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വരും. ആ സൗണ്ട് നമുക്കപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഇത് കണക്കൊരു ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇത് കണക്ക് ലൈവ് റെസ്പോൺസ് എന്നുള്ളത് അത് നിങ്ങൾ ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് കണക്ക് ഇത് ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആയിരിക്കും, എല്ലാവരുടെയും മൊബൈലിൽ ഇത് ഓൺ ആയിരിക്കും. അപ്പോൾ ഇത് ഓൺ ചെയ്തിട്ടില്ലാതെ വരാനുള്ള സാധ്യത കുറവാണ്. അഥവാ ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യാനായിട്ട് ഇവിടെ ടച്ച് ചെയ്ത് ഓൺ ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലാംഗ്വേജ്, നമ്മൾ ഏത് ലാംഗ്വേജിൽ സംസാരിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് ആൻസർ വേണമെന്നുള്ളത് അത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഈ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജും നമുക്കില്ല. ഹിന്ദിയോ തമിഴോ മലയാളമോ ഇംഗ്ലീഷ് പോലും ഇവിടെ ഒന്നും ഇംഗ്ലീഷ് പോലും കാണിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ആദ്യത്തെ ഇതിൽ നമ്മൾ ഇത് കാണിച്ചിട്ടുള്ളതല്ലാതെ ഈ താഴെയായിട്ട് സെലക്ട് ചെയ്യേണ്ട ഇതിനകത്ത് ഇങ്ങനെ ഒരു ലാംഗ്വേജ് നമുക്ക് അറിയാവുന്ന ഒന്നും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ കാണാതെ വരുന്നുണ്ടേ ഒരുവിധപ്പെട്ടവരെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മുടെ ലാംഗ്വേജ് ഇല്ല, അതുകൊണ്ട് നമുക്കങ്ങ് തിരികെ പോയേക്കാം. അവർക്കങ്ങ് നിരാശരായിട്ട് അവരങ്ങ് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരാശരാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിരാശരാവാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഈ ഇംഗ്ലീഷ് എന്ന് ഇവിടെ കാണുന്നില്ല. ഈ മുകളിലായിട്ട് ഇംഗ്ലീഷ് എന്ന് കാണുന്ന ഇവിടെ നമ്മൾ ഈ ഡിഫറെന്റ് ലാംഗ്വേജ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടു ചൂസ് എ ഡിഫറെന്റ് ലാംഗ്വേജ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പലർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എല്ലാവരും ഇവിടോട്ട് വന്നിട്ട് നോക്കിയിട്ട് അവർക്കുള്ള ലാംഗ്വേജ് ഇല്ലാത്ത കാരണം അവരങ്ങ് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അവരിത് സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെയാണ് നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു പ്ലസിന്റെ ഐക്കോൺ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ പ്ലസിന്റെ ഐക്കോണിലാണ് നമുക്ക് വീണ്ടും ടച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെയായിട്ട് വേണ്ട ആഡ് എ ലാംഗ്വേജ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചിഹ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് മലയാളം
ഞാൻ ഇവിടെ മലയാളം കാണുന്നുണ്ട്. ഈ മലയാളം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തത്. ഇതല്ല നമ്മൾ മലയാളമല്ല, ഇതിന് നമ്മൾ വേറെ എന്തെങ്കിലും ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെച്ചു, അഥവാ മലയാളം സെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഹിന്ദി സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഹിന്ദിയാണ് ഇവിടെ സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഹിന്ദി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹിന്ദി എന്നുള്ള ഇതിലാണ് ടച്ച് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യുക, വേറെ ലാംഗ്വേജ് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഹിന്ദി ഇവിടെ ഹിന്ദി നിങ്ങൾക്ക് കാണുന്നില്ലേ, മുകളിലായിട്ട് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുണ്ട്, താഴെയായിട്ട് ഹിന്ദി എന്നുണ്ട്. അപ്പൊ ഈ ഹിന്ദി എന്നുള്ളിടത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ലാംഗ്വേജ് കാണിച്ചിട്ടുണ്ട്. തമിഴ് ഇവിടെയായിട്ട് തമിഴ് ലാംഗ്വേജ് കാണിക്കുന്നുണ്ട്. അപ്പൊ തമിഴ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട മലയാളം ആണെങ്കിൽ മലയാളം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. മലയാളം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഹിന്ദിയുടെ സെലക്ട് ചെയ്ത ലാംഗ്വേജ് അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആ ലാംഗ്വേജ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഇത് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന ഏത് ഭാഗത്തോട്ടാണോ മൂവ് ചെയ്യിച്ചിട്ട് ഇപ്പൊ മുകളിലോട്ട് മൂവ് ചെയ്യിച്ച് നമ്മൾ അതിലേതാ ലാംഗ്വേജ് വേണ്ടുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യിച്ചിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഈ ലാംഗ്വേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മലയാളമാണ്. എനിക്ക് ആവശ്യമുള്ളത് മലയാളം ആയതുകൊണ്ട് ഞാൻ ഈ മലയാളം തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മലയാളം ലാംഗ്വേജിലേക്ക് നമ്മൾ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ മലയാളം ലാംഗ്വേജ് ഞാൻ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളം സംസാരിക്കുന്നുണ്ടെ മലയാളത്തിൽ ആൻസർ കിട്ടും. നമ്മൾ ഏത് ലാംഗ്വേജ് നമ്മളിങ്ങനെ ലാംഗ്വേജ് സെലക്ട് ചെയ്താലാണ് നമുക്ക് വേറെ നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജിൽ നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ മലയാളം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ മലയാളം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഹിന്ദിയിൽ സംസാരിച്ചാലും നമുക്ക് ഹിന്ദിയിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതേ രീതിയിലാണ് എനിക്ക് അങ്ങനെയാണ് വന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ആൻസർ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെയുള്ള രീതിയിൽ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതേ രീതിയിൽ ഇപ്പം മലയാളം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മലയാളം സെലക്ട് ചെയ്തിട്ട് നമ്മുടെ അതിന് മുകളിലായിട്ട് ഇംഗ്ലീഷ്, അത് നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്തേക്കുന്നതാണ് ഞാൻ. അപ്പൊ അതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ഇങ്ങനെ ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ഇന്ത്യയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവിടെ ടച്ച് ചെയ്തിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ഈ താഴെയായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഐക്കോണിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ടാണ് ഈ ഐക്കോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഒറ്റ പ്രാവശ്യം ടച്ച് ചെയ്താൽ മതി. അത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ലാസ്റ്റിൽ ചോദിച്ചിരുന്ന ഇതുകൊണ്ടൊക്കെ ഹിന്ദിയിൽ ചോദിച്ചിരുന്ന കുത്തബീനാർ കാപ്പറ എന്നുള്ളതിന്റെ ആൻസർ ഇങ്ങനെ ഹിന്ദിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് ഏത് ലാംഗ്വേജിൽ നമ്മൾ ചോദിക്കുന്നുണ്ടോ അതിന്റെ ആൻസർ അതുകൊണ്ട് എഴുതിയും കാണിക്കും. അങ്ങനെ ഉള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഈ ഒരു ഗൂഗിൾ ജെമിനി AI കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കാത്തവർ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ ഉള്ള പ്രയോജനം അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ 100% ആൻസർ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.